അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാനികളെ, പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ വളരെയധികം മഹത്വവും ശ്രേഷ്ഠതയുമുള്ളതാണ്. ദുനിയാവിലുള്ള എല്ലാ ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ദിവസം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫീ അവ്വലി യൗമിൻ മിൻ ദിൽഹിജ്ജത്തി ഗഫറല്ലാഹു ഫീഹി ലി ആദമ അലൈഹിസ്സലാം. ദിൽഹിജ്ജ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് ഒരഭിപ്രായത്തിൽ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ ദിവസവും 10 ദിവസത്തിലെ ഓരോ ദിവസവും ഓരോ പ്രത്യേകതകളാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൽ ഒന്നാമത്തെ ദിവസം ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല പുറത്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി 1 മുതൽ 10 വരെയുള്ളതായ ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഷരീഫിൽ പറഞ്ഞത് അയ്യാമുൻ മഅലൂമാത്ത് എന്നാണ്, അറിയപ്പെട്ട ദിവസങ്ങൾ. എല്ലാ പ്രവാചകന്മാർക്കും ഈ ദിവസങ്ങൾ പരിചയമായിരുന്നു, എല്ലാവരാലും അറിയപ്പെട്ട ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ പറയില്ലല്ലോ, അറിയപ്പെട്ട ദിവസം അൽ അയ്യാമുൽ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ. അതിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ഹിയ അയ്യാമുൽ അശ്ർ. ദുൽഹിജ്ജ മാസത്തിൻ്റെ 10 ദിവസങ്ങളെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പ്രയോഗം നടത്തിയിട്ടുള്ളത്. അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? വയദ്കുറുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്. ഈ അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അറിയപ്പെട്ട ദിവസം ദുൽഹിജ്ജ 1 മുതൽ 10 വരെയാണെങ്കിൽ നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം എന്താണ്? ഖുർആൻ ഷരീഫിൻ്റെ താല്പര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർക്കുക എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലോ ദുൽഹിജ്ജ മാസവും ഹജ്ജും, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ അഅ്മാലുകളും മറ്റു കാര്യങ്ങളെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഷരീഫ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദിക്റുണ്ട്, ഒരു തസ്ബീഹുണ്ട്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. അത് നാം ധാരാളമായിട്ട് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. എന്താണത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജിൻ്റെ രാവിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഖരി ഉമ്മത്തക മിന്നി അസ്സലാം. സമുദായത്തിനോട് എൻ്റെ സലാം പറയണം. വ അഖ്ബിറുഹും, അവർക്ക് അറിയിച്ചു കൊടുക്കണം, അന്നൽ ജന്നത്ത തയ്യിബത്തു തുർബ, അന്നൽ ജന്നത്ത തയ്യിബത്തു തുർബത്തി. സ്വർഗമെന്നുള്ളത് നല്ല ഫലപുഷ്ടിയുള്ളതായ മണ്ണാണ്. എന്നാൽ അതിങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ്. അവിടെ മരം നടുക എന്നത് മനുഷ്യരായ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അവിടെ നടേണ്ട മരം എന്താണ്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ മരമാണ് സ്വർഗത്തിൽ നടേണ്ടത്. അതുകൊണ്ട് ഉമ്മത്തിനോട് ധാരാളമായി ഇത് ചൊല്ലാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ആ തസ്ബീഹ് ഈ ദിവസങ്ങളിൽ ധാരാളമായി നാം ചൊല്ലേണ്ടതുണ്ട്, ചൊല്ലാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ തന്നെ ഈ ദിനരാത്രങ്ങളെ ചിലവഴിക്കാൻ, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചിലവഴിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വ ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.